നമ്മളങ്ങനെ അക്കുവിൻ്റെ അടുത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് വല്ലതും കേൾക്കണുണ്ടെന്നറിയില്ല. അക്കു നമുക്ക് ബിരിയാണി ഉണ്ടാക്കി തരാന്നാണ് പറഞ്ഞേക്കണം. ബിരിയാണി ഉണ്ടാക്കി തരുമെന്ന് നോക്കാം. ഞാൻ സർപ്രൈസ് ആയിട്ടെല്ലാം ഉണ്ടാക്കി കൊണ്ടുവരും എന്ന് വിചാരിച്ചു. പക്ഷെ അക്കു വാസ് ലൈക്ക്, എടാ എനിക്ക് ഉണ്ടാക്കാറിനോടാ, നീ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാക്കിക്കോളാം എന്ന് പറഞ്ഞു. അപ്പൊ സാറിലൊക്കെ മേടിച്ച് വെക്കി ഐ എം കമ്മിങ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് അവിടെ എത്തിയിട്ട് പാക്കാം. നമ്മളിങ്ങനെ ബസ് ഇറങ്ങി അക്കുവിൻ്റെ അവിടെ എത്താറായിരിക്കണം സുഹൃത്തുക്കളെ. നമ്മൾ അവിടെ ചെന്നിട്ട് ബിരിയാണി ഉണ്ടാക്കാം. അക്കുവാണെന്ന് ബിരിയാണി ഉണ്ടാക്കുന്നത്. ലെറ്റ്സ് സീ. ഇത് എനിക്കും ചൈക്കും എനിക്കുള്ള ക്യൂട്ട് ടോയ്. ഇതൊക്കെ ആൾക്കാരൊക്കെ നടത്തുന്ന ബാക്കിലൊക്കെ വെച്ച് ഓക്കെ ഗൈസ്. സോ ഒന്നുമില്ല, കട്ട് ചെയ്തോ. ഞാൻ ക്യാമറ ഇൻട്രോട്ടാ. ക്യാമറ ശരിയാണോ? ക്യാമറ ചെയ്യാം. ഏതാണ്? അത് ബോണിൻ ചിക്കൻ, ഇത് ബോൺലെസ് ചിക്കൻ. ബോണിൻ എടുക്കാം ബിരിയാണിക്ക്. ഇത് വെട്ടി ചെറുതാക്കും. നമ്മള് ഫുൾ പരിപാടി അക്കുവാണ് ചെയ്യുന്നത്. മല്ലിയില ഒരിക്കലും ഈ ഷേപ്പിൽ ഇരിക്കില്ല എന്ന് എനിക്കറിയാം. പക്ഷെ അവര് സിലാൻഡർ ഇതാണോ വെച്ചിരുന്നത്? സത്യം ഇതാണ് സിലിണ്ടർ. നാട്ടിലെല്ലാവരും സ്പ്രിംഗ് അണിയും വെച്ചിട്ടാണല്ലോ ബിരിയാണി ഉണ്ടാക്കല്. ഗൈസ്, നമ്മൾ ബിരിയാണി ഉണ്ടാക്കാൻ പുതിനയിലയും മല്ലിയിലയും മേടിക്കണം, ചിക്കൻ മേടിക്കണം. അപ്പൊ അതാ പുതിനയില കറക്റ്റായിട്ട് കിട്ടി, മിന്റ് കിട്ടി. മല്ലിയില കാണിച്ചിരുന്നു. പക്ഷെ മല്ലിയില ആയിരുന്നു എന്തായാലും വേണ്ടിയിരുന്നത്. അത് സിലിണ്ടർ എന്ന് എഴുതിയിട്ട് അവര്, ഞാൻ വിരിഞ്ഞെങ്ങാനും വരുമായിരിക്കും. എടാ അത് ഞാൻ വിചാരിച്ചേ ഇതിന് പ്രത്യേകിച്ച് കാനഡയിലോ വല്ല ടൈപ്പ് എടുത്ത് വീട്ടിൽ പൊന്നു പൊന്നു കൊടുത്തോളൂ. അപ്പൊ ആദ്യം എന്താ ചെയ്യുന്നത്? ആദ്യം നമ്മൾ ചിക്കൻ അരിയണം. നമുക്ക് ചിക്കൻ അരിഞ്ഞ് സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട് വരാം ഗൈസ്. യെസ്. പരാജയപ്പെടാനുള്ള വ്ലോഗാ മോനെ. ഇങ്ങനെ വെട്ടാം. പരിപാടി ഈ ഒരു വലിപ്പത്തിൽ നോക്ക് കഴിച്ച് ഞാൻ വെട്ടിയതാ. ചിര കുഞ്ചി മഴയത്ത്. അപ്പൊ ഇങ്ങനെ അമ്മേ കണ്ട, ഞാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തല്ല ഞാൻ വെട്ടണേ. ഇതാണ് നമ്മുടെ പോയിന്റ്. ഓ നൈസ്. അയ്യോ എന്തൊരു കോഴി ഇത്. പോകേണ്ടേ ദൂരൊരാളും. ഓ പ്രിസൈസ്. അത് ഇംപ്രസീവ് ആയിരുന്നു. വേണമെങ്കിൽ ഉണ്ടാക്കടാ. അടുത്ത വെട്ടിന് സെറ്റാണ്. സിമ്പിൾ. ഫുള്ള് വെക്കൂല്ലേ? അതിനനുസരിച്ച് അരി ഉണ്ടാവും. എന്തുണ്ടാക്കിയാലും ഇത് കഴിയ. ഞാൻ ഇത് കട്ട് ചെയ്യട്ടെ? ക്ഷമയില്ല എനിക്ക്. അല്ല നീ ഇത് ഓണാണോ? ഒന്നോരം കൂടി എടുക്കും. ഇത് ഓണാണോ? ഈ കല ഫുൾ നമ്മൾ ബിരിയാണി വെക്കും നിറച്ച്. നോക്കാം. ഇത് വേണോ? ഇതും കൂടി എടുത്തോ. മാത്രമായി പോവില്ലേ? അപ്പൊ എത്ര മതി? അമ്മേ ഒരു പീസ് കൂടെ ഇടാല്ലേ? ഇത്ര ഇട്ട് കഴിഞ്ഞാ അരി കുറവായി പോയാലോ? ശരിക്കും പറഞ്ഞാ ചിക്കനും അരിയും ഒരേ ക്വാണ്ടിറ്റിയിലാണ്. എനിക്കും നിനക്കും അശോകനും വേണം. ചൈക്ക് ചൈ നിനക്ക്. അതെ. എങ്ങനെ അവക്ക് തോന്നില്ലെങ്കിൽ ആ പോർഷൻ കട്ട് ചെയ്യേ. ഇല്ല എന്തായാലും ഇടും. അവക്ക് ഞാൻ കൊടുക്കും. ഇത്ര മതി. ഇത് തരില്ല. ചോറ് കിട്ടില്ല. ആണോ? ചിക്കൻ മാത്രമായി പോകുന്നതാണോ? ചിക്കൻ മാത്രമേ പോകുള്ളൂ. ഇതെങ്ങനെ കട്ട് ചെയ്യണെങ്ങാനും ഇട്ടിട്ടത് നിന്റെ ബിരിയാണി എന്നെങ്ങാനും പറഞ്ഞു
ഈ വ്ളോഗ് വരുമ്പോ ആൾക്കാർ പറയും നീയാ വെച്ചത്. ഒരു കാര്യം പറയട്ടെ, ഇത് വ്ളോഗായിട്ട് ഇറക്കരുത്, ഇത് എനിക്ക് അയച്ചത് മതി. കാരണം ഞാൻ കുറച്ച് ഇത്രയായിട്ടാ സംസാരിക്കണം. ചിക്കൻ എല്ലാം ഞാൻ അരിഞ്ഞു. ഇനി നമ്മള് റൈസാണ് ചെയ്യുന്നത്. അല്ല, ഇത് മാരിനേറ്റ് ആണ് ചെയ്യുന്നത് അല്ലേ? കഴിഞ്ഞു. എന്താ ചെയ്യുന്നത്? നമ്മള് ബിരിയാണി ഉണ്ടാക്കാൻ തൈര് വേണമെന്ന് പറഞ്ഞത്. തൈര് ഇപ്പൊ ഇതിൽ കിട്ടാന് ചിക്കൻ മാരിനേറ്റ് ചെയ്യും. ഒരു പാത്രത്തിൽ എടുക്ക്. വിനായകന്റെ കൂടെ എടുക്കണത്. ഓ അത് ഞാനല്ലല്ലോ, ഞാൻ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണല്ലേ ഉള്ളൂ. സമയം കാണിച്ച ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കുന്ന നെയ്ച്ചോറ്. അതെ അതെ, ഭ്രാന്തായതുകൊണ്ട് നമ്മുടെ ഒപ്പം കൂടിയിരിക്കുകയാണ്. ഇത് ഞാനാ കുക്ക്. അതെ, ഞാനാ മെയിൻ ഷെഫ്. ഞാൻ പറഞ്ഞില്ലേ ഇത് പോരാ, ഇതല്ല ഇങ്ങനെയല്ല. എന്റെ സെറ്റപ്പ് എന്ന് വെച്ചാൽ ഇങ്ങനെ വീതിയുള്ള പാത്രമായിരിക്കണം, എന്നാലേ കറക്റ്റ് ആയിട്ട് സാധനങ്ങൾ അതില്. എന്തിനാ നീ ഞെട്ടിയത്? ഇതിനകത്ത് ഇടത്തില്ലേ? അത് ഇടും. പിന്നെന്നാ നേരത്തെ പറയണമായിരുന്നു. കേട്ടോ, കുഴപ്പമില്ല, എനിക്ക് കുഴപ്പമില്ല. നീയാ കഴിക്കണേ. ആ, ഇത് അക്കുണ്ടാക്കുന്ന പോലെയാണ് കേട്ടോ. ക്യാമറ ശരിയാ. ഇത് അക്കുവിന്റെ പെട്ടി, മസാല പെട്ടി. പെട്ടി നല്ലതാ. അതെ, മുളക് പൊടി ആവശ്യത്തിന്. കുറച്ചുകൂടെ ദൈവമേ, അടുത്ത എന്റെ ട്രോളിനുള്ള സാധനമാണ് വരാൻ പോകുന്നത്. അത്ര മതിയല്ലേ? മതി, അത്രയല്ലേ ഉള്ളൂ. ഇനി എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇതിലേതാ മല്ലിപ്പൊടി, ഇതിലേതാ ഗരം മസാല, സ്മെല്ല് ചെയ്തിട്ട് കണ്ടുപിടിക്കും. അമ്മ നെറുകുതലേ കയറി. എനിക്കറിയില്ല, ഇതാണ് മല്ലിപ്പൊടി തോന്നുന്നു. അല്ല, എനിക്കറിയാം കേട്ടോ. ഇതാണ്, അതാണ് മല്ലിപ്പൊടി. അതിനോ മല്ലിപ്പൊടിയാണ് എപ്പോഴും ചിക്കനിൽ കൂടുതൽ ഇടേണ്ടത്. ബിരിയാണിയിലല്ലേ? ഓക്കെ, കുറച്ച് ഗരം മസാലയും കൂടി ഇടാം. നിനക്ക് കൂടെ കഴിക്കാനുള്ളതാണ്, അതുകൊണ്ട് നീ പറയണം കറക്റ്റായിട്ടാണോ ഞാൻ ചെയ്യണേ. ഇനി വേറെ എനിക്ക് അക്കു ഉണ്ടാക്കിയ ബിരിയാണി കഴിക്കാനാണ്, വേറൊന്നുമില്ല. പിന്നെ മറ്റേ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒന്നും ഇതിനകത്തല്ല. അതും ഇടാം. ഗാർലിക് പേസ്റ്റ്, ഉപ്പ് എടുത്തു തരണോ? എവിടെയാ? അളവ് പറയണം. മതിയോ? ഇതെങ്ങനെ സക്സസ് ആയ? സക്സസ് ആയി കഴിഞ്ഞാല് ഇടക്കിടക്ക് വെക്കും. ഇതെങ്ങനെ സക്സസ് ആയ ഞാൻ ഇടക്കിടക്ക് ഉണ്ടാക്കിയിട്ട് എന്റെ കൊച്ചിന് ഞാൻ കൊണ്ടുതരും. ഞാനൊരു 2 മാസം കൂടുമ്പോ ഒരു തവണ ഒരു ബിരിയാണി. അടുത്ത തവണ ഇപ്പൊ മല്ലിയില കറക്റ്റ് മേടിക്കണം. അങ്ങനെ ഇടക്കിടക്ക് പറയണമെന്നില്ല. ഫ്രഷ്കോക്കാര് എഴുതി വെച്ചിരുന്നത് ഇതിന്റെ മുന്നിൽ സിലാൻഡ്രോ എന്നാണ് മിസ്റ്റർ. എനിക്ക് എരിവ് കുറഞ്ഞ പരിപാടിയാ വേണ്ടത്. ചിക്കൻ മസാല ഉണ്ട്, അത് ഇടണോ? ചിക്കൻ മസാല നിർബന്ധമില്ല. എല്ലാ സാധനത്തിലും ചിക്കൻ മസാല ഇട്ടാൽ ആ ടേസ്റ്റ് കൂടുമെന്നാണ് പൊതുവെ എല്ലാവരെയും തെറ്റിദ്ധാരണ. അങ്ങനെയില്ല. ചിക്കൻ മസാല ഇടുമ്പോ എന്തോ ചിക്കൻ കറിയുടെ ഒരു ഫ്ലേവർ ഒക്കെ കിട്ടിയിട്ട് അങ്ങോട്ട് സൂപ്പർ ആകുന്ന. ഏത്? എല്ലാ കറിയും? എല്ലാ കറിയിലും, മുട്ടക്കറിയിലൊക്കെ ഞാൻ ഇടാറുണ്ട്. മതിയല്ലേ? കൂടി പോവോ? ഇല്ല, കുറച്ചുകൂടി ഇടാല്ലേ? നീ എല്ലാത്തിനും എസ് വെക്കണുണ്ട് കേട്ടോ. നമുക്ക് ഇനി അടുത്ത പരിപാടി ആകുമ്പോ വരാം. അതുവരെ എന്തായി? മല്ലിയില കിട്ടിയോ? മല്ലിയില ഞാൻ വാങ്ങിയതുണ്ട്. ആ കവറിനകത്താണ് ഞാൻ വാങ്ങിയത്, ഫ്രഷ് കോയിൽ. He was lying. മല്ലിയില ഇല്ലെന്നല്ലേ? About my മല്ലിയില. Okay. Of course I know this is onion. ഇതെന്താന്ന്? എന്തോ ഒരു onion. Spring onion.
ഇതെങ്ങനെയാ കുഞ്ഞാന്നരിയണോ വലുതായിട്ട് അരിയണോ? നീളത്തില് കട്ടി പറഞ്ഞു. നിർത്തിക്കോ, ഇത് കൊറേ നേരം എടുക്കും. നീ കരയുന്ന സീനൊക്കെ വരാനുള്ളതാ. ഇല്ല കരയത്തില്ല. ബോയ് പപ്പി. അക്കു ബിരിയാണി ഉണ്ടാക്കാൻ പോണേന്ന്. ദേ അക്കു മേടിച്ചോണ്ടൊന്ന് മല്ലിയല് നോക്കിയേ. ദൈവമേ, ഇത് എല്ലാരും അറിയിക്കും. ഇതെന്താ? സിലിണ്ടർ ഒന്ന് എഴുതി വെച്ചിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ഇതിനി ഇതെന്താ? പ്രത്യേക ഫോമും ആയിരിക്കും. ഇത് സിലിണ്ടർ അല്ലേ? സിലിണ്ടർ അല്ലേ? അല്ലേ? അതല്ലേ ഇതിന്റെ പേര്? നമ്മ ഗ്രാന്യൂ പിള്ളേർ ഇങ്ങനെയാ. മല്ലിയില്ല ഇംഗ്ലീഷാണോ സിലിണ്ടറോ? മോനെ എനിക്കറിയില്ല. അയ്യേ, എനിക്ക് സമാധാനമില്ല. ഞാൻ കുക്ക് ചെയ്യാറില്ലല്ലോ. ഞാൻ ഇനി അക്കുവിനെ കളിയാക്കില്ല കൈസ്. ഞാനും എന്റെ പിള്ളേരും സ്ട്രോങ്ങാ. ഡബിൾ അല്ല, ട്രിപ്പിൾ സ്ട്രോങ്. സിലിണ്ടർ എന്ന് വെച്ചാൽ മല്ലിയില. മല്ലിയല്ല കൊറിയാണ്ടർ ആണോ? ഇയാളെന്ത് തേങ്ങ പറയും? അടി വെച്ചോണ്ടല്ലോ. അപ്പൊ സിലിണ്ടർ എന്താ? സ്പാനിഷ് വേർഡ് ഫോർ കൊറിയാണ്ടർ. ഞങ്ങളവിടെ കൊറിയാണ്ടർ എന്താ പറയാറ്? ഞാൻ മല്ലിയില എന്നല്ല പറഞ്ഞന്ന്. മലയാളത്തില് മല്ലി പുതിന എന്നല്ലേ പറഞ്ഞ്. എന്നിട്ട് നീ പറഞ്ഞു അവിടെ പോയി സിലിണ്ടർ. ആ കടയില് സിലിണ്ടർ എന്ന് എഴുതിയിട്ടുണ്ടാവാ. എന്നിട്ട് അവര് ഉണ്ണിയനാ വെച്ചിരുന്നത് അവിടെ. ശരിയാ, നമുക്ക് സൂ ചെയ്യാം. ഇതെന്താ ഇടയ്ക്ക് ഒരു വെട്ടുകൂടെ മതിയോ? അത് വേണ്ട 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 അങ്ങനെ തന്നെ. ഇല്ലടാ, ഇത് ഭയങ്കര കട്ടിയിലാ ഞാൻ അരിഞ്ഞേക്കണേ. നടുക്കോട്ട് എവിടെ കേക്കുണ്ടോ? എല്ലാത്തിനും ഡീൽ. അക്കു പറയുന്ന പോലെയാണ് ഇന്നത്തെ കുക്കിംഗ്. ഞാൻ കരയൊന്നുമില്ല. ഞാൻ കരയൊന്നുമില്ല. അതിന് ഞാൻ ചോദിച്ചില്ലല്ലോ. ഇവനെ കട്ടി, ഇല്ല ഫ്രെയിമിന് കട്ടി. കരഞ്ഞ് മെഴുകി എന്നൊക്കെ പറഞ്ഞാൽ മതിയല്ലോ. ഇല്ലേ, ഇത് നീ മൊത്തം കാണത്തില്ലടാ. കുറെ നേരം എടുക്കും. നമുക്ക് മല്ലിയലാന്ന്, സോറി, നെയ്യും സൺഫ്ലവർ ഓയിലും വേണം. നെയ്ക്ക് പകരം ബട്ടർ ഇടാം. അത് വലിയ പ്രശ്നമുള്ള കാര്യമൊന്നും ഇല്ല, സെറ്റാണ്. എന്താ വേണ്ട നിനക്ക്? സൺഫ്ലവർ ഓയില. പ്രൊഡക്ഷൻ കൺട്രോളിനെ പോലെയാണ് അക്കു ഫുഡ് ഉണ്ടാക്കുന്നത്. ഇത് തീരത്തില്ല. അങ്ങനെ നമ്മുടെ ബിരിയാണി തയ്യാറായില്ല. ചെറിയൊരു സാധനത്തിന്റെ ഒരു കുറവ്. എണ്ണയില്ല, മനസ്സിലാക്കിയിരിക്കണു. അങ്ങനെ കൊച്ചിന് ഞാൻ പക്ഷെ പട്ടിണി കിട്ടോളാ. ഞാൻ ഇല്ല ഓസ്മോസും ചായയും കുടിച്ച് നമ്മള് കടയിൽ പോയിട്ട് എണ്ണ മേടിക്കുന്നതായിരിക്കും. അത് കഴിഞ്ഞിട്ട് ബാക്കി കണ്ടിന്യൂ ചെയ്യാം. ഇപ്പൊ തൽക്കാലം പോസ്റ്റ് ചെയ്ത് വെച്ചങ്ങനെ. പിന്നെ അക്കു പറഞ്ഞ് ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ സമയം എടുക്കും, അതുകൊണ്ടാണ് നമ്മൾ എണ്ണ മേടിക്കാഞ്ഞതെന്നാണ്. അപ്പോഴാണ് ഈ ബസ്സും ലേറ്റ്. ബസ്സല്ല, നമ്മള് ലേറ്റ്. അയ്യോ, ബസ് കിട്ടുമായിരിക്കും, കിട്ടേണ്ടതാണ്. അതെ, കിട്ടും. ബാ ക്രോസ് ചെയ്താലാ. അക്കു, അയ്യോ ബസ് കിട്ടി. ബസ് കിട്ടി ഗൈസ്. എന്റെ കണ്ണാടി എനിക്ക് തിരിച്ചു കിട്ടി ഗൈസ്. അടിച്ചൊടിച്ചോണ്ട് പോയ കണ്ണാടി. കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് വരാം. അക്ക ഒരു വ്ലോഗ് എടുത്തേ.
എടുക്കുക. വണ്ടിയിൽ ഇരുന്നിട്ട് നമ്മളിങ്ങനെ സംസാരിക്കാനുള്ള ഒരു ഉളുപ്പ് മാറ്റി എടുക്കണം. ഓക്കെ, അപ്പോൾ ഞാൻ വേറെ സിമ്പിൾ പരിപാടി പറഞ്ഞേക്കാം. ഇവിടുന്ന് ബസ് ഇറങ്ങി കഴിഞ്ഞതിന് ശേഷം തൊട്ട് ഞാൻ ഫോൺ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ എനിക്ക് വ്ലോഗ് ചെയ്യുന്നത് സെറ്റ്. അതൊന്നും വിട്ടരുത് കേട്ടോ. നമ്മളെ എണ്ണ വാങ്ങിച്ചിട്ട് വരാം. കൊച്ചിന് കോക്കനട്ട് ഓയിൽ പോരാ, സൺഫ്ലവർ ഓയിൽ തന്നെ വേണോ? ബിരിയാണി ഉണ്ടാക്കും. ഒച്ച ഭയങ്കര നോയ്സാണ് അവിടെ. നമുക്ക് വാൾമാർട്ടിനകത്ത് പോയിട്ട് കാണാം. ഞാനാ ക്യാമറാമാൻ. ഓക്കെ, ഞാൻ നിന്നെ എടുക്കാം. ഓ, അപ്പോൾ നമ്മൾ വാൾമാർട്ടിലെത്തി. അക്കുവാണ് ഇപ്പോൾ ക്യാമറമാൻ. നമുക്ക് എണ്ണ എടുക്കാൻ പോകും. പോയാ മതി. നീ അമ്മേ ഇനിയിപ്പോ അവിടെ എത്തിയിട്ട് കാണാം. ക്യാമറാമാൻ മാറിയപ്പോ രജിത്തിന് നാടം. ഒരന്തവും കുന്തവും ഇല്ലാണ്ട് കൊച്ചു നടക്കണേ. എങ്ങോട്ടാ പോവേണ്ടതെന്നൊന്നും അറിയത്തില്ല. ഇതിലേതാ നമ്മൾ എടുക്കണേ? ഞാൻ ടാസ്ക് തരാം. സൺഫ്ലവർ ഓയിൽ കണ്ടുപിടിക്കും. അയ്യേ, അതെന്ത് പാട്? കണിക്കൊന്ന. കണിക്കൊന്നേ അല്ലേ? കണിക്കൊന്നല്ലേ? കനോല ഓയിൽ കണിക്കൊന്നയാണ്? എനിക്കറിയില്ല. അല്ല, ശരിക്കും എനിക്ക് തോന്നുന്നു പടം കണിക്കൊന്നയുടെ കൂടെ തോന്നിയോണ്ട് പറഞ്ഞ എന്റെ ദൈവം. ഇതാണ്, നോക്ക്, കണിക്കൊന്ന. അപ്പുറത്തെന്തോ ഉണ്ട്. ഇന്റർനാഷണൽ സ്റ്റുഡൻസിന്റെ അവിടെ കാണും. ഇന്റർനാഷണൽ സ്റ്റുഡൻസാ? എന്തെങ്കിലും വേണോ? ഇതൊന്നും വേണ്ട. ഇനി എന്തെങ്കിലും വേണോന്ന് നീയാ പറയണ്ട. നീയാ കുക്ക് ചെയ്യുന്ന ആൾ. ഇനി വീട്ടിൽ പോകുമ്പോ അറിയാം വേറെ എന്തൊക്കെ ഉണ്ടെന്ന്. അപ്പൊ നമ്മൾ അടുത്ത അത് വാങ്ങാൻ അടുത്ത ബസ് പിടിച്ച് വരും. അതുവരെയും സോറി, അത് വീട്ടിൽ കണ്ടട പൊട്ട അശോക, ഇത് വാങ്ങണം, മനസ്സിലായോ? ബിരിയാണിക്ക് ഇത് വേണം. അവനോട് ഞാൻ പറഞ്ഞേ, അപ്പത്തേനും അവൻ പറഞ്ഞു വേണ്ട, വീട്ടിലുള്ള ആട്ടയിൽ എടുക്കാൻ പോലും. ഇതിടരുത് കേട്ടോ. ഇത് അല്ലാണ്ട് നീ വേണമെങ്കിൽ എനിക്ക് അയച്ചാ ഞാൻ അവനെ അയച്ചു കൊടുക്കാം. ആരെയും മഞ്ഞ മുന്തിരി, ഞാൻ വിചാരിച്ചു മുന്തിരി കെട്ടൊന്ന് പിടിച്ചു തോന്നു. ഞാൻ മുന്തിരി ഒന്നും കണ്ടിട്ടില്ല. വീട്ടിൽ പോയിട്ട് ബാക്കി ബിരിയാണി ഉണ്ടാക്കാം. അതെനിക്ക് ഇഷ്ടപ്പെട്ടു, ക്യാമറയിൽ ഇങ്ങനെ കാണിച്ചത്. അത് ഇവിടെ ആൾക്കാർ കട്ടുകൊണ്ട് പോലെ പതിവായിരുന്നേ. കട്ടുകൊണ്ട് പോകുമ്പോ അതെങ്ങനെ റെഡ് അടിക്കുക തന്നെ? അത് അവിടെ നമ്മള് അൺയൂഷ്വൽ, അത് പോലത്തെ ഒരു സാധനം. നീ ഇങ്ങനെ ചുമ്മാ സ്കാൻ ചെയ്യാണ്ട് വെക്കണ പോലത്തെ ഒരു ഇത് വന്നപ്പോൾ അവരെ പിടിച്ചു പോയി. ഇൻട്രോവേർട്ടിന്റെ ക്യാമറ കിട്ടുമ്പോ ബാക്കിയുള്ളവർ ഇൻട്രോവേർട്ട് പോലെ ഫീൽ ചെയ്യിപ്പിക്കും. ശരിക്കും ചില സമയത്ത് അങ്ങനെ ആവാറുണ്ട്. ഞാനും ആവാറുണ്ട്. പക്ഷെ അങ്ങനെ വിചാരിച്ചാൽ നമുക്ക് ബ്ലോഗർ ആകാൻ പറ്റില്ല. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കാനഡയിലെ ബസ്സിൽ ആരും എണ്ണയും ബീട്രൂട്ടൊന്നും പിടിച്ചു തൂക്കി കിടക്കുന്നത്. തനിക്കൊരു സഞ്ചി വെഞ്ചൂടോ? ഡയറ്റിലാണ്. What size? Medium. എന്താ വേണ്ട? സ്കാൻ ചെയ്യണല്ലേ? വീട്ടിൽ നിൽക്കുന്ന പോലെയാ വന്നേക്കണത്. നമ്മള് മണ്ണിന്റെ മണമുള്ള ഈ ബ്ലോഗേഴ്സ് അല്ലേ? ലെസ് സൈസ് പറഞ്ഞ തണുപ്പ് എങ്ങനെ ഉണ്ടാവണേ? നമ്മള് വെള്ളം ഉച്ചക്കൊരു കോൾഡ് കോഫി അത് നിർബന്ധ. നമ്മളിവിടുത്തെ സ്പെഷ്യൽ ഡ്രിങ്ക് ആയ വെള്ളം കുടിക്കുകയാണ് ഗൈസ്. മതി മതി, ഇല്ലെങ്കിൽ കൊറേ എണ്ണ വേണോ? ഇപ്പൊ എത്ര മതി? നമ്മളങ്ങനെ വളരെ ഹായ് ഉള്ളിവടയുടെ മണം. ഇരുന്ന് അതില് ചൂടല്ലേ ഇരുന്ന്. അല്ലേ? ഇത് ബേ ലീഫ്, ഇത് പട്ട. ഇത്രയും മതിയാ? ഇതെന്താ സാധനം? സ്റ്റാർ നൈസിന്റെ ഒരു കഷ്ണമായിരിക്കും. സ്റ്റാർ നൈസ് അല്ല, ഇത് എന്താണോ? ബേ ലീഫ്, പട്ട, സ്റ്റാർ നൈസ്. ഒരു 2 മിനിറ്റ് ഇളക്കിയില്ലേ? ഇത് വെറുതെ കേട്ടോ. അക്കു സ്പെഷ്യൽ ചിക്കൻ ബിരിയാണി. എന്നെ കൊണ്ട് ഇത്ര
മാത്രം പാചകമൊന്നും പറ്റൂല. അങ്ങനെയൊക്കെ കഴിക്കണം കൊച്ചാ. തുറന്നു വെച്ചിട്ട് ഇത്രയും വന്നു. ഇപ്പൊ ഒരു ബിരിയാണി മണമൊക്കെ വരുന്നില്ലേ? നമ്മളിപ്പോ പാത്രം ചെറുതായ സ്ഥിതിക്ക് നമ്മളിതില് തൽക്കാലം കുറച്ച് റൈസ് ഇട്ടിട്ട് ബിരിയാണി ആക്കി, ബാക്കി കുറച്ച് ഗീ റൈസ് പോലെ ഉണ്ടാക്കിയിട്ട് മുകളിലിടാനാണ് പ്ലാൻ അല്ലേ? ഇതാണ് നമ്മുടെ മെയിൻ സംഭവം ഇതിന്റെ. ഇതിലേ ഓൾറെഡി ചിക്കനിൽ കുറെ വെള്ളം ഉണ്ട്. അപ്പൊ ഞാൻ കണക്ക് പറഞ്ഞു തന്നോ? കണക്ക് പറഞ്ഞു തന്നിട്ട് കോരി അങ്ങ് ഒഴിക്ക. ആ അപ്പൊ ഒരു ഇതില് 3 അല്ലേ? ഞാൻ പറയണെങ്കിൽ 2 ഗ്ലാസ് മതി. ചിക്കനിൽ വെള്ളമുണ്ട്. അത് സെപ്പറേറ്റ് ഉണ്ടാക്കുകയാണെങ്കിലാണോ നീ പറഞ്ഞ? അതായത് അത് ഭയങ്കര ഡ്രൈ ആയിട്ട് ഇരുന്ന് ഇടുമ്പോഴാണ് നമുക്ക് ചിക്കനിൽ അത്യാവശ്യം വെള്ളം ഉള്ളത് കൊണ്ട് നമ്മൾ 2 ഗ്ലാസ് വെള്ളമേ ഒഴിക്കുന്നുള്ളൂ. ഉപ്പിന്റെ കണക്ക് പറഞ്ഞുതരാം. ഉപ്പിന്റെ കണക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈസും എല്ലാനും ഇട്ട് കഴിഞ്ഞ് ഇതിൽ ഒരു ഉപ്പ് രസം വരണം വെള്ളത്തിന്. എന്നാലാണ് റൈസ് വേവുമ്പോ ഉപ്പ് കറക്റ്റ് ആയിരിക്കുള്ളൂ. അമ്മ പറഞ്ഞ ട്രിക്കാണ്. അപ്പൊ ഉപ്പിടുക, ആവശ്യത്തിന് ഉപ്പിടുക. ചെറിയൊരു ഉപ്പ് രസം വരണ വരെ ഉപ്പ് വേണം. കോടീശ്വരന്മാര് കഴിക്കുന്ന ചിക്കൻ ബിരിയാണി പോലെ ഉണ്ട്. ഫുള്ള് ചിക്കനാ. തിളച്ചു തുടങ്ങുമ്പോ എന്ത് ചെയ്യണം? ഇനി എന്താ ഇപ്പൊ എന്താ അവസ്ഥ? ഇപ്പൊ ബിരിയാണി ഇത് 10 കുറച്ച് നേരം കഴിയുമ്പോൾ ആവും. നമ്മൾ അരിയൊക്കെ ഇട്ട് ചിക്കനൊക്കെ വെച്ച് ഏതാണ്ട് ആയിട്ടുണ്ട്. പക്ഷേ നമ്മുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ചിക്കൻ മാത്രമേ ഉള്ളൂ, അരിയില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇപ്പഴത്തെ നമ്മള് വേറെ ഗീ റൈസ് വെക്കണം. അക്കു സാലഡും ഉണ്ടാക്കി ഗൈസ്. നമ്മള് ബിരിയാണി മാത്രമേ ഉള്ളൂ എന്നാണ് പ്രതീക്ഷിച്ചത്. പപ്പടം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ പപ്പടം വരെ കാച്ചിയേനെ. അതെ, പപ്പടമില്ല. അപ്പൊ നമ്മുടെ ബിരിയാണി, നെയ്ച്ചോർ, സാലഡ് ഇതൊക്കെ ഉണ്ടാക്കാൻ പറ്റും നിനക്ക്? വേണ്ട വേണ്ട ഒന്നുമില്ല. അക്കു പറഞ്ഞോണ്ടാ ഉണ്ടാക്കിയത്. ചിക്കൻ ബിരിയാണി കൊള്ളാം. ടേസ്റ്റില്ലേ? ഗീ റൈസ് നോക്ക്. ഗീ റൈസും കൊള്ളാം, സാലഡും കൊള്ളാം. ഓ അക്കു എസ്കി. അച്ചാറും കൂടെ നമ്മള് ഓ സെറ്റ്. ഇനി എന്ത് വേണം? അച്ചാറുണ്ട്, സാലഡ് ഉണ്ട്, ബിരിയാണി ഉണ്ട്, നെയ് റോസ്റ്റ് ഉണ്ട്. ഇതിപ്പോ കറക്റ്റ് ആയോ? ഗൈസ് കമ്പനി അവതരിപ്പിക്കുന്നു മുട്ട. അതെ, എത്ര മുട്ട? ബിരിയാണി, പുഴുങ്ങിയ മുട്ടയുള്ള ബിരിയാണി, ചിക്കൻ, പിന്നെ റൈസ്. ഇതിൽ റൈസ് ഇല്ല. ഒക്കെ പോയ നല്ല കിഡിലൻ ബിരിയാണിയാണ് എന്ന് തോന്നുന്നു. ബ്ലോഗർ ലോഹിത് അശോകിനൊപ്പം ക്യാമറമാൻ അക്കുലിയസ്. നമ്മളിത് ഇത്തിരി ഇട്ടിട്ട് ബാക്കി നമുക്ക് വെള്ള റൈസ് ഇല്ല. നീയാണ് ടെസ്റ്റർ. അത് അത് ബുദ്ധിയല്ല, അതിന് വേണ്ടിട്ട് അത് വെച്ചത്. ആര് വെച്ചു? അത് ഫ്രണ്ടിൽ വന്നിട്ട് പറ. ഇതൊക്കെ ബ്ലോഗ് വരണം കേട്ടോ. ഞങ്ങൾ ഫാമിലി ബ്ലോഗാ. ഗെറ്റ് ഔട്ട് അടിച്ച അവനെ. പിന്നെ അല്ലാണ്ട് ഫുള്ളായിട്ട് അക്കു ഉണ്ടാക്കിയതാ. ഓക്കെ ഓക്കെ. ഡിണ്ടുകൾ ബിരിയാണി അങ്ങനെ ഉണ്ടാക്കിയത്. അക്കു പറഞ്ഞു മറ്റേ എല്ലാരും കൂടി മിക്സ് ചെയ്ത് മിക്സഡ് ബിരിയാണി ഉണ്ടാക്കാൻ പഠിപ്പിക്കാനാണ് പറഞ്ഞത്. ഗൈസ് അക്കു ഉണ്ടാക്കിയത് തമിഴ്നാട് ബിരിയാണിയാണ്. നമ്മ ഇതുവരെ അത് സർപ്രൈസ് ആയിട്ട് വെച്ചേക്കുവായിരുന്നു. ബിരിയാണി തമിഴ്നാട് ഡിണ്ടിഗൽ ബിരിയാണി തയ്യാർ. അടുത്ത തവണ നീ വെക്ക്, ഞാൻ നോക്കട്ടെ എങ്ങനെ. നീ അക്കു ഇഷ്ടപ്പെട്ടോ? അതെ വാ, ആദ്യമായിട്ട് ഉണ്ടാക്കിയതാ. അടുത്ത് നമുക്ക് ഇങ്ങനെ തിരിക്കാം. ഞാൻ ഉണ്ടാക്കിയത് പറയാ. ഞാൻ എടുക്കാം നിന്റെ റിയാക്ഷൻ. ഞാൻ എടുത്തോളാം. പറ. ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയല്ല. അമേസിംഗ് എന്ന് പറഞ്ഞ അമേസിംഗ്. അമേസിംഗ് അമേസിംഗ് എന്ന് പറഞ്ഞ അമേസിംഗ്. ലോഹിത്തെ അഭിപ്രായം പറ. നല്ലതാ നല്ലതാ നല്ല നല്ല ബിരിയാണി. ഇല്ല നല്ല ബിരിയാണി, നല്ല ഫ്ലേവേഴ്സ് ഉണ്ട്. അല്ല ക്രിട്ടിക്കലായിട്ട് പറ.
എന്തൊക്കെയാണ് ഇതിലെ പ്രശ്നങ്ങളായിട്ട് കൂട്ടി സത്യസന്ധമായി പറയണോ അതോ സത്യസന്ധമായിട്ട് സത്യസന്ധമായി പറയുകയാണെങ്കിൽ നമ്മൾ ബോർഡറിലൊക്കെ കിട്ടുന്ന ബിരിയാണി പോലെയുണ്ട്, പക്ഷേ കുറച്ച് മസാല കൂടി ആ അത് കുറച്ച് സ്ട്രോങ്. അത് അരി സ്ഥലം ഉണ്ടായില്ല അരി ഇടാൻ. ബാക്കിയെല്ലാം കറക്റ്റാ. കുറച്ച് അത് മസാലയുടെ ബോർഡറിൽ കിട്ടുന്ന ബിരിയാണി തമിഴ്നാട് ചിക്കൻ, തമിഴ്നാട് ചിക്കൻ. ബിരിയാണി ഡിണ്ടിഗൽ ട്രിവാൻഡ്രം. യാ അപ്പൊ നമുക്ക് കഴിച്ചു നോക്കാം. ഒരു കുഴപ്പമില്ല, നല്ല ബിരിയാണിയാ. അയ്യോ ഞാൻ എടുത്തില്ല. എടുത്തു എടുക്കേണ്ടതൊക്കെ എടുത്തിട്ടുണ്ട്. നല്ല ബിരിയാണിയാണ് ഗൈസ്. കഴിച്ചു. പറയാൻ പറ അരേ വാ. അരേ വാഴ എന്താ ക്രിട്ടിക്കിനെ പോലെ പറയാം. അതായത് നിനക്ക് അറിയാം എന്തോ പ്രശ്നമുണ്ട്. ക്രിട്ടിക്കിനെ പോലെ പറയാനാ പറഞ്ഞത്. ക്രിട്ടിക്കിനെ പോലെ പറയൂ. ഇതില് എന്തോ ഒരു സാധനം മിസ്സിംഗ് ഉണ്ട് അല്ലേ? എന്ത്? ഞാൻ അല്ലേ വെട്ടി വിഴുങ്ങുന്നുണ്ടല്ലോ എന്നിട്ട് നന്നായിട്ട്. എന്താ മിസ്സിങ്? ബിരിയാണി ആവാൻ വേണ്ട എന്തോ ഒരു ഘടകം മിസ്സിംഗ് ഉണ്ട്. എന്തോ മസാലയിൽ എന്തോ ഒരു സാധനം. ബിരിയാണി അല്ല ഇത്. ആ പക്ഷെ ടേസ്റ്റ് ഉണ്ട്. റൈസും കൂടെ മിക്സ് ചെയ്യുമ്പോൾ നൈസാ. മുട്ട നല്ല ടേസ്റ്റ് ഉണ്ടാക്കും. അടിപൊളിയുണ്ട്. അവസാനം ഇൻസൾട്ട് ആണ്. എന്താ സംഭവം എന്നറിയോ? എന്താ സംഭവം എന്നറിയോ? അക്കു ഉണ്ടാക്കിയോണ്ട് പറയല്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. ഉള്ള കാര്യം പറയല്ലോ, ഉമ്മാരുടെ ടേസ്റ്റ് ബഡ്സ് ഒക്കെ പോയി കിടക്കുക. നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാനും പറഞ്ഞില്ലേ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന്. പേടിക്കണ്ടാക്കും, നമുക്ക് ബാക്കിയുള്ളതൊക്കെ കട്ട് ചെയ്ത് കളയാം. സെറ്റ്. ഇഷ്ടപ്പെട്ടില്ല എന്നിനി അവൻ പറയേണ്ട ആവശ്യമില്ല. പോകത്തില്ല. എനിക്ക് പക്ഷെ മനസ്സിലാവില്ല. ആക്ച്വലി ഇത് ബിരിയാണി അല്ല. എന്താ ഇത്? നെയ്ച്ചോറില് ബിരിയാണിയുടെ മുത്തപ്പൻ ഉണ്ടായ ഒരു സാധനം. ഇതാ നെയ്ച്ചോറ് ശരിക്കും. ഇനി ഇത് ടേസ്റ്റ് ചെയ്യൂ. ചിക്കൻ കഴിച്ചോക്കട്ടെ. അങ്ങനെ നോക്കല്ലേ, ഇത് ബിരിയാണി എന്ന് പറയണ്ടായിരുന്നു. ചിക്കൻ കൊള്ളാം. ഇത് കഴിക്കും. പാവാക്കു സാഡായി. കഴിച്ചിട്ട് നീ അരേവാ പറഞ്ഞില്ലെങ്കിൽ എന്റെ സ്വഭാവം മാറി പറഞ്ഞേക്കാം. എന്ത് പറയാ? അരേവാ നീയേ ചിക്കൻ ബിരിയാണി വേറെ ഉണ്ടാക്കിയിട്ട് ചിക്കൻ എടുത്ത് നെയ്ച്ചോറിൽ മിക്സ് ചെയ്താ എന്താ ഉണ്ടാക്കിയ നീ? എല്ലാ വീഡിയോയിലുണ്ട്. അതോ അത് ഇതും കൂടെ എടുത്ത് തട്ട് കേട്ടോ. ഇത് കൊള്ളാം. അതാണ് ഇതാ ഞാൻ വെച്ചത്. ഇതൊന്നും ടേസ്റ്റ് വ്യത്യാസമില്ലല്ലോ. ഇതിന് കളർ മാത്രമുള്ള സെയിം സാധനം. ആദ്യമായിട്ട് സാധനം ഉണ്ടാക്കിയല്ലേ? എങ്ങനെയുണ്ടായിരുന്നു അക്കുവിൻ്റെ കുക്കിംഗ് വീഡിയോ? അടിപൊളിയല്ലായിരുന്ന? ജീവിതത്തിൽ ഇതുവരെ ബിരിയാണി ഉണ്ടാക്കാത്തു, പക്ഷേ കത്തുമല്ല, ജീവിതത്തിൽ ഇതുവരെ ബിരിയാണി ഉണ്ടാക്കാത്ത അക്കു എന്തുകൊണ്ടാണ് ബിരിയാണി ഉണ്ടാക്കിയത്? അതിൻ്റെ പിന്നിൽ വലിയൊരു കഥയുണ്ട്. എന്താണെന്നല്ലേ? അടുത്ത ബുധനാഴ്ച കാണാം. അതുവരേക്കും ബൈ.